ഹലോ SSC CHSL 2024 എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 മാസത്തിൻ്റെ അടുത്തുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വളരെ ക്ലിയർ കട്ട് സ്ട്രാറ്റജിയോടുകൂടി പഠിച്ച് ഈ വർഷത്തെ SSC CHSL എക്സാം ക്ലിയർ ചെയ്യാം. അതിനൊപ്പം തന്നെ വരാൻ പോകുന്ന CGL എക്സാംസും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രീ ക്ലാസ്സസ് ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. മാത്രമല്ല SSC CHSL പരീക്ഷ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ തുടങ്ങിയ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ SSCയുടെ CHSL നിങ്ങൾക്കറിയാം, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം പറ്റിയ എക്സാമാണ് SSCയുടെ CHSL. അപ്പം നോട്ടിഫിക്കേഷൻ കറൻ്റ്ലി ലൈവ് ആണ്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ആപ്ലിക്കേഷൻ ssc.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ലൈവ് ആയിരിക്കെ തന്നെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഷ്യൽ ഡേറ്റ്സ് നമുക്ക് നോക്കാം. 8/4/2024 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 7/5/2024 വരെ, അതായത് മെയ് മാസം 7-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന്, +2 ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തോളുക. +2 ലെവലിൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പോസ്റ്റസ് എന്ന് പറയാൻ പറ്റുന്ന പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ജോലിക്കുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത കാര്യം, എന്നാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്? എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അല്ലേ. ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ കലണ്ടർ അനുസരിച്ചിട്ട് ജൂലൈ 1 മുതൽ ജൂലൈ 12 വരെയുള്ള ഡേറ്റിലാണ് എക്സാം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. CBT-1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ാമത്തെ ലെവൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ജൂലൈ 1 മുതൽ ജൂലൈ 12 വരെയുള്ള ഡേറ്റ് ആണ്. അപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 2 ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഒന്ന്, നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. മാത്രമല്ല, അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈയിലാണ്. അപ്പോൾ എത്ര സമയം, 2 മാസത്തിൻ്റെ അടുത്ത് വരുന്നൊരു സമയം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. സോ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന കാര്യം കൂടി നിങ്ങളോട് പറയാനാണ്. യൂട്യൂബിൽ നമ്മുടെ ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ, ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇന്നു മുതൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരം 7:30 അദ്വൈത് സാറിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, 60 ഡേയ്സ് വരുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ ഇന്ന് വൈകുന്നേരം 7:30 വരുന്നതായിരിക്കും. അതോടുകൂടി നമ്മുടെ ലൈവ് ക്ലാസ് സീരീസ്, ഫ്രീ ക്ലാസ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നു മുതൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തോളാനാണ് എല്ലാവരോടും പറയുന്നത്. SSC CHSL പരീക്ഷ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയുള്ള 2 മാസം എങ്ങനെ ക്ലിയർ കട്ട് പ്ലാനിലൂടെ പ്രിപ്പയർ ചെയ്യാം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞായിരിക്കും ഈ ഒരു ക്ലാസ് സീരീസ് പോകുന്നത്. റെഗുലർ ആയിട്ട് ഈ ക്ലാസ്സും നമ്മുടെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, യൂട്യൂബ് ക്ലാസ്സിലൂടെ പറ്റുന്നത് പോലെ. അപ്പോൾ ഇനി അതല്ല, കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ ക്ലാസ്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പെയ്ഡ് കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ദിശ അക്കാഡമിയുടെ. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 6-ാം തീയതിയാണ്. വരുന്ന തിങ്കളാഴ്ച തന്നെ പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ, ഇപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നമ്പർ ഓഫ് ക്ലാസ്സസ് പെയ്ഡ് കോഴ്സിൽ ഉണ്ടാവും. ഇതിനകത്ത് തീർച്ചയായിട്ടും പരിമിതികളുണ്ട്. നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ തരുന്ന പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സസ് തരുന്നത്. അതിന് പാരലായിട്ട് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓർഡർലി ഈ 2 മാസം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും പെയ്ഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചോളുക. അപ്പോൾ മെയ് 6-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഷെയർ ചെയ്തോട്ടെ. ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ആയിട്ടുള്ള കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, ഈ 3 ബ്രാഞ്ചുകളിലും മെയ് 6-ാം തീയതി പുതിയ ബാച്ച്, ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. SSCയുടെ CHSL, CGL അതുപോലെ റെയിൽവേ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം എത്രയും പെട്ടെന്ന്. ഇനിയും അതല്ല, കാലിക്കറ്റ് ബ്രാഞ്ചിൽ മെയ് 8-നും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പല ഓപ്ഷൻസ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. CHSL പരീക്ഷയുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്കൊന്ന് അറിയാം. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്താണ്? +2 ആണ് SSC CHSL പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ. ഇത് എല്ലാ വർഷവും വിളിക്കുന്ന പരീക്ഷയാണ്. ഈ വർഷത്തെ CHSL ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. എല്ലാ വർഷവും വിളിക്കും. 2024 വിളിച്ചതുപോലെ 2025, 2026 ഓരോ വർഷവുമാണ് ഈ പരീക്ഷ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വിളിക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ +2, ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് 27 വയസ്സും, OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷം റിലാക്സേഷനും, അതുപോലെ SC ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷവും നോർമലി എല്ലാത്തിനും ഉള്ളതുപോലെ. ജനറൽ കാറ്റഗറിക്ക് 27 ഇയേഴ്സ് ആണ് ഏജ് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതും ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ വുമൻ കാറ്റഗറിക്കും
SC ST കാറ്റഗറിയൊക്കെ ഇതിനകത്ത് ഫീസിൻ്റെ എക്സംഷൻ ഉണ്ട്, ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നതുമല്ല. ഇനിയും വേക്കൻസീസ് കറൻ്റ്ലി നോട്ടിഫിക്കേഷൻ വന്നത് പ്രകാരം 3712 വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. 3712 വേക്കൻസീസ്. ഇനി പരീക്ഷയുടെ ഒരു ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷ എന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണുള്ളത്. അത് 2 ടയർ ആയിട്ടാണ് അല്ലെങ്കിൽ 2 സ്റ്റേജ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ടയർ 1 എക്സാമും ഉണ്ട്, ടയർ 2 എക്സാമും ഉണ്ട്. ടയർ 1ൻ്റെ സ്കീം നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ടയർ 1 എക്സാം, എങ്ങനെയാണ് ടയർ 1 നടത്തുന്നത്? ടയർ 1 എക്സാമിനകത്ത് നമ്മുടെ SSC പരീക്ഷകൾക്കുള്ളതുപോലെ 4 സബ്ജക്റ്റുകളാണ്. എല്ലാ പരീക്ഷകൾക്കും ഉള്ളതുപോലെ 4 സബ്ജക്റ്റുകളാണുള്ളത്. ഇംഗ്ലീഷ് ഉണ്ട്, ബേസിക് നോളജ് ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, അല്ലേ? ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, GK എന്നൊക്കെ നമ്മൾ പറയാം വേണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഓരോ സെക്ഷനിൽ നിന്നും 25 ചോദ്യം വീതമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 100 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യം ശരിയാക്കുകയാണെങ്കിൽ 2 മാർക്ക്. അങ്ങനെ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് 50 മാർക്ക് മേടിക്കാം. ടോട്ടൽ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 200 മാർക്കാണ്. 100 ചോദ്യങ്ങൾ 200 മാർക്കാണ് മാക്സിമം മാർക്സ് എന്ന് പറയുന്നത്. 100 ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എത്രയാണ്? സമയം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്, 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾ ചെയ്യണം. ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ശരി ഉത്തരമാണെങ്കിൽ 2 മാർക്ക് കിട്ടുന്നത് പോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് അര മാർക്ക് നെഗറ്റീവ് ആയിട്ട് പോകും എന്നൊരു കാര്യം കൂടി ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റേജ് 1ൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, അതായത് ടയർ 1 എക്സാമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ടയർ 1 എക്സാമിന് മിനിമം കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് റെഡി ആവുകയാണെങ്കിൽ, പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 2 പരീക്ഷയിലേക്ക് പോകാൻ പറ്റും, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരാൻ പറ്റും. ആ രണ്ടാമത്തെ സ്റ്റേജ് എക്സാമിൻ്റെ കാര്യം നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. അതിൽ സെക്ഷൻ 1 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനകത്ത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസും അതുപോലെ റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസും വരുന്നതാണ്. അതിൽ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ നോക്കിയേ, 30 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്കൽ എബിലിറ്റീസിൽ നിന്നും, 30 ക്വസ്റ്റ്യൻസ് റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസിൽ നിന്നും. അങ്ങനെ 60 ചോദ്യമാണ് സെക്ഷൻ 1ലുള്ളത്. 60 ചോദ്യത്തിൽ ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ 180 മാർക്സ് ആണ് അതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇനിയും സെക്ഷൻ 2ൻ്റെ കാര്യം നമുക്ക് നോക്കാം. സെഷൻ 1ൽ വരുന്ന സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മൊഡ്യൂൾ 2ൽ വരുന്നത് ജനറൽ അവയർനെസ് ആണ് വരുന്നത്, അത് 20 ചോദ്യം. അങ്ങനെ ഇവിടെയും ടോട്ടൽ 60 ചോദ്യങ്ങളാണുള്ളത്. അത് 60 × 3 ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ്, 180 മാർക്കുകളാണ് ഇവിടുത്തെ മാക്സിമം മാർക്സ് വരുന്നത്. ഇനി സെക്ഷൻ 3 ഉണ്ട്. സെക്ഷൻ 3 എന്ന് പറയുന്നത് അതിനകത്ത് കമ്പ്യൂട്ടർ നോളജ് ആൻഡ് കമ്പ്യൂട്ടർ നോളജുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടാണ് വരുന്നത്. അതിൽ നിന്ന് 15 ചോദ്യങ്ങൾ വരുന്നുണ്ട്. 15 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനും 3 മാർക്ക് വെച്ചിട്ട് 45 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. ഇത് ടയർ 2ൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയുണ്ട്. ഇനി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്ഷൻ 2ൽ തന്നെ, അതായത് നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ തന്നെ സെഷൻ 1 ഉണ്ട്, സെഷൻ 2 ഉണ്ട്. ടയർ 2ൽ തന്നെ 2 സെഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ സെഷൻ 1 ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് സെഷൻ 1ൽ വരുന്നത്. ഇനി സെഷൻ 2 എന്ന് പറയുന്നതിനകത്ത് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് വരുന്ന പോസ്റ്റുകൾക്കനുസരിച്ചിട്ടാണ് ആ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് എന്നുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ഇപ്പോൾ എക്സാം പോയിന്റിൽ നമ്മൾ തൽക്കാലം ഈ സ്കിൽ ടെസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ടൈപ്പിംഗ് ടെസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പോൾ തൽക്കാലം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ മെയിനായിട്ടും നമ്മുടെ എക്സാം പോയിന്റിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളുക. സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് 15 ചോദ്യമുണ്ട്, മാത്സ് ഈ 30 ചോദ്യമുണ്ട്, റീസണിങ് 30 ചോദ്യമുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 40 ചോദ്യമുണ്ട്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് 20 ചോദ്യമുണ്ട്. അപ്പോൾ ടോട്ടൽ 60 ചോദ്യങ്ങൾ ഇവിടെ, 60 ചോദ്യങ്ങൾ ഇവിടെ, 120 ചോദ്യങ്ങളാണ്. 120 ചോദ്യങ്ങളാണ് വരുന്നത്. ഇനിയും സെക്ഷൻ 3ൽ 15 ചോദ്യങ്ങൾ. സെക്ഷൻ 1 and 2 വരുന്നത് 120 ചോദ്യങ്ങളാണ് വരുന്നത്. 60, 60, 120. സെക്ഷൻ 3ലാണ് 15 ചോദ്യങ്ങൾ, ടോട്ടൽ 45 മാർക്ക്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇവിടെ ടൈമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. 1 hour ഫോർ ഈച്ച് സെക്ഷൻ. ഒരു സെക്ഷന് 1 മണിക്കൂർ വെച്ചിട്ടാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ 2 മൊഡ്യൂൾസ് അടങ്ങുന്നതാണ്. ഒരു സെക്ഷൻ്റെ ടൈം എന്ന് പറയുന്നത് 1 hour ആണ് ടോട്ടൽ
ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് അറിയേണ്ട കാര്യം, ഈ ഒരു പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളാം. ടയർ 2 വിൽ ബി കണ്ടക്റ്റഡ് ഇൻ 2 സെഷൻസ്, സെഷൻ 1 ആൻഡ് സെഷൻ 2. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടല്ലോ സെഷൻ 1ഉം സെഷൻ 2ഉം, അതായത് ടയർ 2 സെഷൻ 1ഉം ഇത് സെഷൻ 1 ആണ്, ആ സെഷൻ 2 ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. 2 സെഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. അതിൽ ഓൺ ദ സെയിം ഡേ എന്ന് പറയുന്നുണ്ട്. സെഷൻ 1 will include conducting of section 1 and section 2 and module 1 of section 3. അതായത് ഇതിൻ്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്. സെക്ഷൻ 1 എന്ന് പറയുന്നതും സെക്ഷൻ 2 എന്ന് പറയുന്നതും പിന്നെ അടുത്ത പാർട്ടിൽ വരുന്ന സെഷൻ 3യിലെ മൊഡ്യൂൾ 1ഉം. ഇത് 3ഉമാണ് നമ്മുടെ എക്സാം പോയിന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. സെഷൻ 2 വിൽ ഇൻക്ലൂഡ് കണ്ടക്ടിങ് ഓഫ് മൊഡ്യൂൾ 2 ഓഫ് സെക്ഷൻ 3, മൊഡ്യൂൾ 2. അതായത് അടുത്ത സെഷൻ എന്ന് പറയുന്നത് സെഷൻ 1ൻ്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. അടുത്ത സെഷൻ എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഞാൻ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞില്ല. ബാക്കിയുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചു, ഇറ്റ് വിൽ ബി മാൻഡേറ്ററി ഫോർ ദ കാൻഡിഡേറ്റ് ടു ക്വാളിഫൈ ഓൾ ദ സെക്ഷൻസ് ഓഫ് ടയർ 2. ടയർ 2ൽ പറയുന്ന എല്ലാ സെക്ഷൻസും മിനിമം ക്വാളിഫൈ ചെയ്യണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ മൊഡ്യൂൾ 2 ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത്. സ്കിൽ ടെസ്റ്റ് ഒന്നും മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെന്ന് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇനി നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ ഇൻ സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് മൊഡ്യൂൾ 1 ഓഫ് സെക്ഷൻ 3. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിലെല്ലാം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് പറയുന്നു. 1 മാർക്ക് നെഗറ്റീവ് ആണ്. ശരിയാകിയാൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി മൊഡ്യൂൾ 1 ഓഫ് സെക്ഷൻ 3, ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഇസ് മാൻഡേറ്ററി ബട്ട് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ലാസ്റ്റ് പറയുന്ന പാർട്ട് എഴുതേണ്ടതാണ്, മസ്റ്റായിട്ട് എഴുതേണ്ടതാണ്. പക്ഷേ അത് മിനിമം മാർക്സ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരൂ എന്നൊരു കാര്യമാണ് ആ CHSLൻ്റെ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനിയും സിലബസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ചേഞ്ച് ഉണ്ടോ? ഇല്ല. സിലബസ് നോക്കിയാൽ, ടയർ 1ൻ്റെ സിലബസ് നോക്കിയാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന SSC പരീക്ഷകൾക്ക് പഠിക്കുന്നവരാണെങ്കിൽ അതിലെല്ലാം പഠിക്കുന്ന ബേസിക് ഗ്രാമർ, വൊക്കാബുലറി തുടങ്ങിയ കാര്യങ്ങളാണുള്ളത്. അതെല്ലാം ക്ലിയർലി സ്പോട്ട് ദ എറർ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, സിനോണിംസ്, ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസ്, അങ്ങനെ SSC പരീക്ഷകളുടെ നോർമൽ സിലബസ് തന്നെ. ജനറൽ ഇന്റലിജൻസ് നോക്കിയാലും ഇതിൽ പ്രത്യേകമായുള്ള പുതിയ ടോപ്പിക്കുകളൊന്നും നമുക്ക് പഠിക്കാനില്ല. ആ നമ്പർ സിസ്റ്റം ഇതെല്ലാം നമ്മൾ സ്ഥിരം നോർമൽ SSCയുടെ സിലബസ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കിയാൽ നമ്പർ സിസ്റ്റം, ഫണ്ടമെന്റൽ മാത്സ്, ആൽജിബ്ര, ജോമെട്രി, അതായത് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള ടോപ്പിക്കുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഈ സിലബസിനകത്ത് പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജനറൽ അവയർനെസ് നോക്കിയാലും ജനറൽ അവയർനെസ്സിനകത്തും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ SSC പരീക്ഷകൾക്ക് വേണ്ട കോമൺ സിലബസ് നേരത്തെ മുതൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന സെയിം സിലബസ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ടയർ 2ൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ PDF വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ സിലബസ് ഇത് മാത്രം കാണണം എന്നുള്ളവർ എടുത്തോളുക. ഓക്കെ. അപ്പോൾ മൊഡ്യൂൾ 1 ഇവിടെയും വ്യത്യാസങ്ങളൊന്നുമില്ല. ടയർ 2 ആണെങ്കിലും മാത്സ് സെയിം തന്നെയാണ് വരുന്നത്, അഡ്വാൻസ് മാത്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇവിടെ മൊഡ്യൂൾ 2 റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് നോക്കിയാലും നേരത്തെ പറഞ്ഞ ടയർ 1ൽ നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട അതേ സിലബസ് തന്നെ. ഇംഗ്ലീഷ് ആണെങ്കിലും പ്രത്യേകിച്ച് കോംപ്രിഹെൻഷൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ കോംപ്രിഹെൻഷൻ പാസേജ് പറയുന്നുണ്ട് എടുത്ത്, അല്ലാതെ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. GK നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ. ഇനിയും കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്വാളിഫൈ ആവേണ്ട കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സിലബസ് ഇവിടെ പറയുന്നുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടർ ബേസിക്സ്, സോഫ്റ്റ്വെയർ, വർക്കിംഗ് വിത്ത് ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽസ്, ബേസിക്സ് ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ വരുന്ന സിലബസ് ആണ് ബേസിക് കമ്പ്യൂട്ടറുമായിട്ടും ബന്ധപ്പെട്ടത്. അപ്പോൾ ഇത് ബേസിക് സിലബസ് ആണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, SSC CHSLൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ, റിയലി ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഇനി വരാൻ പോകുന്ന CHSL വരുന്നുണ്ട്, അതുപോലെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള 2 പരീക്ഷകൾ, ഇത് 3 പരീക്ഷകളും വ്യത്യസ്തമായ രീതിയിൽ പഠിക്കേണ്ട പരീക്ഷകളല്ല, ഒരേ തരത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ട എക്സാംസ് തന്നെയാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾ CHSLന് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ MTS എക്സാമിനും അതുപോലെ തന്നെ വരാൻ പോകുന്ന CGL എക്സാമിനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു CHSL എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ദിശ അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഫോളോ ചെയ്താൽ ഈ 3 പരീക്ഷകളും നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ക്ലിയർ ചെയ്യാനുള്ള വളരെയധികം യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.